ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു കമൻറ്റിനുള്ള മറുപടിയാണ് ഞാനിതിൽ പറയുന്നത്. ശങ്കരാചാര്യരെ പറ്റി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ അദ്ദേഹം തൻ്റെ മാതാവിനെ വിട്ടിട്ട് സന്യാസത്തിന് പോയത് തെറ്റാണോ എന്നൊരു ചോദ്യമാണ് എനിക്ക് കമൻ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾക്കൊന്ന് വിശകലനം ചെയ്യാം. അത് തെറ്റാണോ ശരിയാണോ? അപ്പോൾ ശങ്കരാചാര്യർ അമ്മയെ വിട്ടുപോയത് പാപമാണോ? ആ സാധാരണ ഒരു മകൻ അമ്മയെ വിട്ടുപോകുമ്പോൾ നമ്മൾ അവനൊരു ദ്രോഹിയാണ്, അവനൊരു പാവമാണ്, എന്ത് പാപം ചെയ്തവനും എൻ്റെ പാപം കിട്ടും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ശങ്കരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെ നോക്കാവുന്ന കാര്യമാണോ? അതിൻ്റെ പിന്നിൽ എന്ത് ആത്മീയ സത്യമാണ് ഇരിക്കുന്നതെന്നുള്ളത് ആ കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ചിന്തയിലൂടെ നമുക്ക് നമ്മുടെ സ്വന്തം ആ ജീവിതത്തിനുള്ള ഒരു പാഠം എന്താണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ ആ ഒരു ലക്ഷ്യം. അപ്പോൾ കാലടി ഗ്രാമത്തിലെ ബാലനായ ഒരു ശങ്കരൻ, ജനനം തന്നെ അദ്ദേഹത്തിന് ജനിച്ചത് തന്നെ ഒരു ദൈവികത നിറഞ്ഞതാണ്. പക്ഷേ അച്ഛൻ ബാല്യത്തിൽ തന്നെ മരിച്ചു. അമ്മയായിരുന്നു ഏക ആശ്രയമായിട്ടിരുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ശങ്കരൻ്റെ ബുദ്ധിയും ജ്ഞാനവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ബാലനായിരുന്നു ശങ്കരാചാര്യർ. അപ്പോൾ അമ്മയുടെ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മകൻ വളർന്ന വലിയൊരു പണ്ഡിതനാകണം, കുടുംബത്തെ നോക്കണം. ഇതൊക്കെയായിരുന്നു ആ അമ്മ മകനെ പറ്റി സങ്കല്പിച്ചു വെച്ചിരുന്നത്. എന്നാൽ ശങ്കരൻ്റെ ഉള്ളിൽ വേറൊരു വിളി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആത്മീയത്തിലേക്ക് പോകണം. ഒരു ആത്മീയ സന്യാസിയുടെ വിളി പോലെ അദ്ദേഹത്തിന് എപ്പോഴും ഉണർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ശങ്കരൻ അമ്മയോട് പലവട്ടം പറഞ്ഞു നോക്കി, എനിക്ക് സന്യാസിയാകണം, എനിക്ക് സന്യാസി ദീക്ഷ എടുക്കണം എന്നൊക്കെ. അപ്പോൾ അമ്മ കണ്ണീരോടെ പലവട്ടം ശങ്കരനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. നീ പോയാൽ എനിക്ക് ജീവിക്കാൻ ആരാണുള്ളത്? എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എൻ്റെക്ക് തുണയായിട്ട് നീയല്ലേ ഉള്ളൂ എന്നൊക്കെ ശങ്കരനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അമ്മ. അപ്പോൾ പുരാണങ്ങളിലൊക്കെ ഒരു കഥയുണ്ട്. ശങ്കരൻ ഒരിക്കൽ നദിയിൽ കുളിക്കാൻ ഇറങ്ങുമ്പോൾ മുതല പിടിച്ചു കൊണ്ടുപോയിട്ട് അമ്മയപ്പോൾ കരഞ്ഞ് എൻ്റെ മകനെ രക്ഷിക്കൂ എന്ന് പറയുകയും, അപ്പോൾ ശങ്കരൻ പറയുകയും, എനിക്ക് സന്യാസം അനുവദിച്ചാൽ ഞാൻ മോചിതനാകും അമ്മയെന്ന് പറയുകയും, അപ്പോൾ അമ്മ സമ്മതിക്കുകയും മുതലയപ്പോൾ ശങ്കരനെ വിട്ടിട്ട് പോവുകയും ചെയ്തു എന്നൊരു പുരാണ കഥയുണ്ട്. അപ്പോൾ അതിൽ കൂടെ അമ്മ മനസ്സിലാക്കി, എൻ്റെ മകൻ ഒരു സാധാരണ ഒരു മനുഷ്യനല്ല, ദൈവം തന്ന ഒരു കർമ്മത്തോടെ അല്ലെങ്കിൽ ഒരു ധർമ്മത്തോടെ ഒരു ദൗത്യവുമായി വന്ന മഹാനാണ് എൻ്റെ മകൻ എന്ന് ആ അമ്മ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ അമ്മ ആ ഒരു നിബന്ധന വെച്ചു, എൻ്റെ അന്ത്യകർമ്മം നീ തന്നെ നിർവഹിക്കണം. അത് ശങ്കരൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആ സന്യാസിയാകണമെന്നുള്ള ആ ഒരു അഭിവാഞ്ചയ്ക്കിടയിൽ ഗുരുവാകെ ഗോവിന്ദ ഭഗവത് പാദനെ കണ്ടെത്തി അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ തീപ്പൊരി പോലെ ഭാരതം മുഴുവൻ അദ്ദേഹം സഞ്ചരിക്കുകയാണ് ഉണ്ടായത്. എല്ലായിടത്തിലും ആ ആത്മീയതയുടെ ആ ജ്ഞാനം പകരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ അദ്ദേഹം ഈ ഭാരതം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. ചർച്ചകൾ, ഉപദേശങ്ങൾ, ഗ്രന്ഥരചനകൾ എല്ലാം വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. അമ്മയെ വിട്ടുപോയെങ്കിലും ആ ലോകത്തെ മുഴുവൻ അമ്മ എന്ന് കണ്ടു. ഈ ലോകത്തിലെ എല്ലാ അമ്മമാരെയും എല്ലാ ജനങ്ങളെയും ഒരേ ഒരു വ്യക്തിയായിട്ട് മാത്രം അദ്ദേഹം കണ്ടു, അമ്മയായിട്ട് കണ്ടു. അപ്പോൾ തൻ്റെ കുടുംബം ഒരാളല്ല, ഈ ലോകം മുഴുവൻ ആയിരുന്നു എന്നുള്ളതിലേക്കാണ് ആ ഒരു ശ്രീ ശങ്കരാചാര്യർ അതിലേക്കാണ് എത്തിയത്. അപ്പോൾ അമ്മയുടെ അന്ത്യകാലം വന്നു. കാലം കടന്നു പോയിക്കൊണ്ടിരുന്നു. അമ്മയുടെ ആ ഒരു രോഗാവസ്ഥയായി. അപ്പോൾ അമ്മയെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. സന്യാസിയുടെ അമ്മ എന്ന് പറഞ്ഞ എല്ലാവരും ആ ഒരു അമ്മയെ അകൽച്ച കാണിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അമ്മയുടെ വേദന, എൻ്റെ മകൻ എവിടെ, എനിക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ആകുലതയും ആശങ്കയുമായിരുന്നു ആ അമ്മയ്ക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ വാഗ്ദാനം പാലിക്കാൻ വേണ്ടി ശങ്കരൻ തിരികെ വരികയുണ്ടായി. അമ്മയുടെ മരണശയ്യയിൽ എത്തിക്കൊണ്ട് അതേപോലെ അമ്മയ്ക്ക് ആശ്വാസം നൽകി അന്തിമ കർമ്മങ്ങൾ ചെയ്തു. അപ്പോൾ സമൂഹം എതിർത്തെങ്കിലും ശ്രീ ശങ്കരാചാര്യർ തൻ്റെ ആ കടമ അവിടെ നിറവേറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനായിട്ട് നോക്കുമ്പോൾ അമ്മയെ വിട്ടുപോകുന്നത് തെറ്റാണ്. പക്ഷേ ശങ്കരൻ്റെ കാര്യത്തിൽ അതല്ല നടന്നത്.
അമ്മയുടെ സമ്മതമെടുത്തു. അതായത് ഞാൻ സന്യാസിയായിട്ട് പോവുകയാണ്, അമ്മയുടെ പൂർണ്ണ അനുഗ്രഹത്തോടു കൂടി വേണം എനിക്കത് ചെയ്യാൻ എന്ന് പറഞ്ഞ് അമ്മയുടെ ആ വാഗ്ദാനം, അമ്മയ്ക്ക് വാഗ്ദാനം കൊടുത്ത് അമ്മയിൽ നിന്ന് ആ അനുവാദം പൂർണ്ണ മനസ്സോടെ വാങ്ങിയിട്ടാണ് ഭഗവാൻ ശ്രീ ശങ്കരാചാര്യർ അതിന് തിരിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്ത ആ വാഗ്ദാനം അവിടെ നിറവേറ്റുകയും ചെയ്തു. ഈ ലോകത്തിലെ എല്ലാ സമസ്ത ജീവരാശികൾക്കും വേണ്ടിയിട്ട് ജീവിച്ചു. അതുകൊണ്ട് അത് പാപമല്ല, അത് അദ്ദേഹത്തിൻ്റെ കർമ്മമായിരുന്നു, ജീവിത നിയോഗമായിരുന്നു അത്. അപ്പോൾ ശങ്കരൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വഴി മഹാന്മാർക്കുള്ള വഴിയാണ്. നമ്മുടെ വഴി നമ്മുടെ ഉത്തരവാദിത്തങ്ങളോട് ചേർന്ന വഴിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനുള്ള ആ പാഠങ്ങൾ എന്താണ് നമുക്കുള്ളത്? മാതാപിതാക്കളെ വിടാതെ നോക്കുക, അത് നമ്മുടെ ഒരു ആദ്യ ധർമ്മമാണ്. ആ ജനനം മുതൽ നമ്മൾക്കുള്ള ആ ഒരു നമ്മളോട് ചേർന്ന ആ ഒരു കടമയാണ്, ആ ഒരു കർത്തവ്യമാണ് അച്ഛനമ്മമാരോടുള്ള ആ ഒരു അവരെ അവസാനം വരയ്ക്കും അവരെ നോക്കണമെന്നുള്ളത്. അപ്പോൾ ആത്മീയ യാത്ര തുടങ്ങുമ്പോഴും ആ കടമ നമ്മൾ മറക്കരുത്. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ആദ്യം കുടുംബത്തിൻ്റെ കടമകൾ പൂർത്തിയാക്കണം. അതാണ് ഒരു സന്യാസിയായിട്ട് പോയാലും ഗൃഹസ്ഥാശ്രമിക്ക് മാത്രമാണ് ഒരു സന്യാസിയാകാനുള്ള യോഗ്യത ഉണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അമ്മയ്ക്കും അച്ഛനുമുള്ള സ്നേഹമാണ് നമ്മുടെ ആത്മീയ ശക്തിയുടെ അടിസ്ഥാനം. അപ്പോൾ ശങ്കരൻ മാതൃവന്ദനത്തിൻ്റെ മഹത്വം നമ്മളെല്ലാം പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. അമ്മയുടെ അനുഗ്രഹമില്ലാതെ ആരും ഒരു മഹാനുമാകില്ല. അപ്പോൾ ശങ്കരൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് മഹാന്മാർക്കുള്ള ആ ഒരു കർമ്മം അത് ലോകത്തോടുള്ളതാണ്, ലോകത്തിന് ഉള്ളതാണ്. നമ്മുടെ കർമ്മം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കുടുംബത്തിനോടുള്ളതാണ്. അമ്മയെ സേവിക്കുന്നതും അച്ഛനെ സംരക്ഷിക്കുന്നതും തന്നെ ഏറ്റവും വലിയ ഭക്തിയാണ്. ശങ്കരൻ അമ്മയെ വിട്ടുപോയെന്ന് പറയുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല. അദ്ദേഹം ഈ ലോകത്തിനെ മൊത്തം അമ്മയായിട്ട് കാണുകയായിരുന്നു. ലോകത്തെ അമ്മയെപ്പോലെ സംരക്ഷിക്കുകയായിരുന്നു, സദ്വചനങ്ങൾ കൊണ്ടും നല്ല നല്ല ഉപദേശങ്ങൾ കൊണ്ടും എല്ലാം. അപ്പോൾ ലോകത്താകെയാകെ അമ്മയെ കാണുന്ന മനസ്സോടെ ഒരാൾക്ക് ജീവിക്കാം. പക്ഷേ നമ്മുടെ സ്വന്തം അമ്മയെ, സ്വന്തം അച്ഛനെ സ്നേഹിച്ച് നോക്കുന്നതാണ് നമ്മുടെ യഥാർത്ഥ ധർമ്മവും ആത്മീയ വിജയവും. അപ്പോൾ ഇതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ ജന്മങ്ങൾക്കും, നമ്മുടെ ഓരോ വ്യക്തികളുടെ ഈ മനുഷ്യ ജന്മങ്ങൾക്കും ഓരോ കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. അറിയാം, നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ജനിച്ചത് നമ്മളുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണെന്നുള്ളത് സീമാജി എല്ലാ വീഡിയോകളിലും തുടർന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഒരു മനുഷ്യൻ ബോധവാനാകണം. ആ ബോധവാനാകുമ്പോൾ മാത്രമാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജനിച്ചതെന്നുള്ളൊരു വിചാരം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഞാൻ ആരാണ്? ഈ ഞാനാണ് എല്ലാവരിലും ഉള്ളത്. അതായത് ഈ ശ്വാസമില്ലെങ്കിൽ ഒരു മനുഷ്യനും ചലിക്കാൻ പറ്റില്ല. ഒരു ബൾബ് കത്തണമെന്നുണ്ടെങ്കിൽ അത് ഹോൾഡറിലിട്ട് സ്വിച്ച് ഇടണം. ഒരു ബൈക്ക് ഓടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പെട്രോൾ ഒഴിച്ച് വണ്ടിയെ പ്രവർത്തിപ്പിക്കണം. കാറുണ്ടെങ്കിൽ ഡീസലോ പെട്രോളോ ഒഴിക്കണം. അങ്ങനെ ചലിപ്പിക്കുന്ന ഏത് വസ്തുവിനും അതിന് ഒരു പ്രാണശക്തി വേണം. ആ പ്രാണശക്തിക്ക് അതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇതിന് കൊടുത്തെങ്കിൽ മാത്രമേ അത് ശരിയാവണ്ണം അത് പ്രവർത്തിക്കുകയുള്ളൂ. അതേപോലെ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിനെ ചലിക്കുന്നതെല്ലാം നമ്മുടെ ആ ശ്വാസം നമ്മുടെ അകത്തേക്ക് പോയുന്ന ആ പ്രക്രിയ കൊണ്ടാണ്. അപ്പോൾ ആ ശ്വാസത്തിനെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് എല്ലാ ജീവിത സത്യങ്ങളും നമ്മൾ മനസ്സിലാക്കും. അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നത് സീമജിയാണ്. അതായത് BMC മലയാളം മെഡിറ്റേഷൻ ചാനലിൽ. ആ ചാനലിലെ ഓരോ വീഡിയോകളും നിങ്ങൾ കാണുമ്പോൾ, ആ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ, ആ ധ്യാനമെന്ന് പറയുമ്പം സാധാരണ എല്ലാവരും അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രപഞ്ചശക്തിയെ ദുരുപയോഗം ചെയ്യുന്നതല്ല. നമ്മുടെ ആത്മാവിനെ നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മുടെ ആത്മാവാണ് നമ്മുടെ ജീവൻ. ആ ജീവനാണ് നമ്മുടെ ശിവൻ. ഈ ശിവൻ ഈ പ്രപഞ്ചത്തിൽ മൊത്തമുണ്ട്. അതായത് കാറ്റായിട്ട്. ഈ കാറ്റിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ ശ്വാസം എടുക്കുന്നത്. അപ്പോൾ ഈ ശ്വാസമാണ് എല്ലാത്തിനും ആധാരം. അതാണ് നമ്മുടെ ജീവൻ. അതാണ് നമ്മുടെ ഞാൻ എന്ന് പറഞ്ഞ ആ ഒരു ഭാവം. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഭാവം ഞാനെന്ന സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നീയും ഞാനാണ്, നിങ്ങളും ഞാനാണ്, എല്ലാവരും ഞാനാണ്. ആ എല്ലാവരിലും ഇരിക്കുന്ന ശക്തിയാണ് ശിവം. ആ ശിവത്തിൻ്റെ വള്ളി എടുത്തു കഴിഞ്ഞാൽ ശവം. അതായത് നിങ്ങളുടെ പ്രാണശക്തി, ജീവൻ, ശ്വാസം, അതാണ് ശിവം.
അപ്പോൾ ആ ഒരു തത്വത്തെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അതിനറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് മൗനമായിട്ട് ശാന്തമായിട്ട് ഇരിക്കണം. ആ ഒരു മെഡിറ്റേഷനിൽ കൂടെ മാത്രമാണ് നമ്മൾക്ക് നമ്മളെ തിരിച്ചറിയാനും നമ്മുടെ ഈ ജന്മരഹസ്യങ്ങളെ മനസ്സിലാക്കാനും പറ്റുന്നത്. ഈ കാറ്റ് വഴിയാണ് നമ്മൾ ഈ പ്രപഞ്ചവുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ആ പ്രപഞ്ചത്തിലെ സൂക്ഷ്മശക്തികൾ നമ്മളോട് കണക്റ്റ് ആകണമെങ്കിൽ നമ്മൾ ഈ ശ്വാസത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് സീമാജി പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരും ഈ ആത്മീയ തേടലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു മെഡിറ്റേഷൻ മുറയാണ്, അത് ധ്യാന മുറയാണ് സീമാജി പറഞ്ഞു കൊടുക്കുന്ന ആനാപാനസതി മെഡിറ്റേഷൻ. അതാണ് എല്ലാവരും എടുക്കേണ്ടത്. അതെടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജന്മരഹസ്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ്, എൻ്റെ ജന്മകർത്തവ്യം എന്താണ്, ഞാൻ എന്താണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്, ഈ ബന്ധങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം, എങ്ങനെ അവരുമായിട്ട് റിയാക്റ്റ് ചെയ്യണം, ഇതെല്ലാം ആ ധ്യാന മുറയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കില്ല. ഏത് പ്രശ്നം വന്നാലും സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരേ മനനിലയോടെ നമ്മളതിനെ അഭിമുഖീകരിക്കാൻ നമ്മൾക്ക് പറ്റും. അതാണ്, ആ ധൈര്യമാണ്, ആ ഭയമില്ലായ്മയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയത്. അതില്ലാത്തതുകൊണ്ട്, ആ തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾക്കും, ഒരു അസുഖം വന്നാലോ അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന വഴക്കുകൾക്കോ ബഹളങ്ങൾക്കോ വേർപിരിയലുകൾക്കോ എല്ലാത്തിനും ഒരു പരിഹാരം തേടി പോകുന്നത്. പക്ഷേ ഈ പരിഹാരം തേടുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ പിന്നണി എന്താണ്, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ പ്രശ്നത്തെയാണ് അവിടെ സോൾവ് ചെയ്യാൻ നിൽക്കേണ്ടത്. അല്ലാതെ അതിനെ മറികടന്നുള്ളൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല പോകേണ്ടത്. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ തന്നെ ഇദ്ദേഹം ചോദിച്ച ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. അതിനെ ബന്ധപ്പെട്ട് വരും ഞാനിത് പറയുമ്പോൾ. എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആ ഒരു ധ്യാന നിലയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം ഈ പ്രപഞ്ച ശക്തിയുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളെ നമ്മൾ മനസ്സിലാക്കും. അതാ ഞാൻ പറഞ്ഞു വന്നില്ലേ, നമ്മുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കൂടെ വന്നത് എന്നൊക്കെ മനസ്സിലാകും. അത് നിങ്ങൾ തനിയെ ഒറ്റപ്പെട്ടൊരു ആത്മീയതയിലേക്ക് പോകുമ്പോൾ ഒറ്റപ്പെടുമെന്ന് പറയുന്നത് അങ്ങനെയല്ല. ഈ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുള്ള പല ദുർഗുണങ്ങളെ നമ്മൾ ഒഴിവാക്കി, ആ ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ ആ ദുർഗുണങ്ങളായ നമ്മുടെ ഈ അനാവശ്യ കൂട്ടുകെട്ടുകൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചു കഴിയുമ്പം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആ ഒരു കൂട്ടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഒറ്റപ്പെടുന്നത്. അതാണ് ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ജെൻസ് ആണെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കുന്ന പഴക്കമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗാങ്ങുമായിട്ടായിരിക്കും അവരുടെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും സഹകരണങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിയുമ്പം നിങ്ങൾ തനിയെ ആയിരിക്കുന്ന ആ ഒരു ആത്മീയ തേടലിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം ഒന്ന് വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കും. നിങ്ങളുടെ മനസ്സ് പറയും അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ദുർഗുണം നിന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. അതേമാതിരി വഴക്കങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഒറ്റപ്പെടുന്നത്. അതേപോലെ നമ്മളെ ആരൊക്കെയാണ് നമ്മളെ ദ്രോഹിക്കുന്നത്, ചതിക്കുന്നത്, വഞ്ചിക്കുന്നത്, ഇവരെയെല്ലാം നമ്മൾ അതിൻ്റെ സത്യങ്ങൾ സീമാജി പറയുന്ന അത് കേട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അവരെയെല്ലാം നമ്മൾ അംഗീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവിടെ ആ ഒരു ബാഡ് വൈബ്രേഷൻ അവിടുന്ന് നമ്മളിൽ നിന്ന് അകന്നുപോയി. അപ്പോൾ അവിടെ നമ്മൾ ഒറ്റപ്പെടും. അതാണ് ഒറ്റപ്പെടലെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ജീവിതത്തിൽ നമ്മളെ എല്ലാം ത്യജിച്ചിട്ട് നമ്മൾ പോയൊരു മരത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുന്നതല്ല ആത്മീയം എന്ന് പറയുന്നത്. അതല്ല ആത്മീയം കേട്ടോ. അപ്പോൾ ആ ഒരു തേടൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. നമ്മുടെ ഒരു പ്രശ്നങ്ങളും വേണ്ട. ഈ പരിഹാരത്തിനൊക്കെ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരുന്നവരുടെ ഉദ്ദേശം നിങ്ങളെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പെടുത്തിയാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അല്ല, നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾ വെറുതെ ധരിക്കുകയാണ്. ആ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പരിഹാരം എന്നുള്ള ആ ഒരു ഭാഗത്തിലേക്ക് വീണ്ടും വീണ്ടും നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പരിഹാരം നിങ്ങൾക്ക് എല്ലാ പ്രശ്നത്തിൽ നിന്നും ഒരു പരിഹാരം ചെയ്താൽ അത് എല്ലാത്തിൽ നിന്നുള്ള ഒരു പരിഹാരമായിരിക്കണം. പരിഹാരം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അത് വേറെയാണ്. അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാനാണ് എല്ലാവരും പരിഹാരം ചെയ്യുന്നത്. പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അതായത് അത് സീമാജി പറയുന്നുണ്ട്. അതല്ല ഞാൻ പറയുന്നത് പരിഹാരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ പരിഹാരം തേടി പോവില്ല. നമ്മൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ച് തീർത്ത് അതിൻ്റെ ക്ലിയർ ചെയ്യുന്നതാണ് ഈ പരിഹാരം എന്ന് പറയുന്നത്. ആ തെറ്റിനെ തിരുത്തുക.
ആ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഓരോ മനുഷ്യനും ജനിച്ചിരിക്കുന്നത്. ആ ജനിച്ച് അവൻ്റെ ഓരോ അനുഭവങ്ങളിൽ കൂടെ അവൻ ആ കർമ്മങ്ങളെ എല്ലാം ഏതനുഭവം വരുന്നോ അതെല്ലാം അനുഭവിച്ച് സറണ്ടറായി പോയിക്കൊണ്ടേയിരിക്കുക. ഒന്നൊന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തേയിരിക്കും. അപ്പോൾ എല്ലാ സത്യങ്ങളും മനസ്സിലാകും. ഇതാണ് VMC മെഡിറ്റേഷൻ ചാനൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ അപ്ലൈ ചെയ്തു. എൻ്റെ ഭർത്താവ് സദാസമയം ബഹളം, വഴക്ക്, ഒറ്റപ്പെടുത്തൽ ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് മാനസികമായിട്ട് തകർന്നുപോയി. ആ തകർന്നുപോയ സമയങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ശിവഭഗവാനെ കൂട്ടുപിടിച്ചു. എന്നിലിരിക്കുന്ന ശ്വാസം, കാരണം കൊറോണ സമയത്ത് എനിക്ക് ശ്വാസം പോലും കിട്ടാതിരിക്കുന്ന ആ അവസ്ഥയിൽ ശിവഭഗവാൻ ആ നേഴ്സിൻ്റെ കയ്യിലും ഇത് കൊണ്ട് കൊടുക്കാൻ എന്താ കാരണം? അവരോട് പറഞ്ഞോ ആരെങ്കിലും? അപ്പോൾ അവരൊരു മീഡിയേറ്ററായി നിന്ന് ഭഗവാൻ അവരെ കൊണ്ട് ആ ഒരു മനസ്സിൽ അവരെ കൊണ്ട് ചിന്തിപ്പിച്ച് അത് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചശക്തി എത്രയ്ക്ക് മഹത്തരമാണ്. അതുവഴി എന്നിലേക്ക് എത്തിയത് ആ സാഹചര്യങ്ങൾ. അതുവഴി ആ സാഹചര്യങ്ങളിലൂടെ ഞാൻ നിറയെ കഠിനമായ പാതകളിലൂടെ ഒക്കെ താണ്ടി വരുമ്പോഴും കൂടെ ഒരാളുണ്ടെന്നുള്ള ധൈര്യത്തോടെ ഞാൻ വന്ന് നിന്ന് ലാസ്റ്റിൽ വന്ന് ആ സത്യത്തിൻ്റെ വഴികളിലേക്കാണ്. ആ ജീവിത രഹസ്യങ്ങളെ തേടി ആ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഞാൻ നിറയെ കടമ്പകൾ കടക്കേണ്ടിയിരുന്നു. ആ കടമ്പകളെല്ലാം കടന്ന് ഞാൻ വന്ന് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിത സത്യം എന്താണ്, ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചത്, എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ ഇത്രത്തോളം വിഷമിപ്പിക്കുന്നത്, എൻ്റെ മോള് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ അനുസരിക്കാത്ത കുട്ടിയാകുന്നത്, എൻ്റെ അമ്മ എന്താണ് എന്നെ മനസ്സിലാക്കാത്തത്, എൻ്റെ അമ്മ എന്താണ് എന്നോട് ക്രൂവലായിട്ട് സംസാരിക്കുന്നത്. ഈ സത്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി അതിൻ്റെ പ്രകാരം ഞാനത് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പ്രശ്നത്തിൽ നിന്ന് വെളി വന്നു. ഞാനിപ്പം എൻ്റെ മാനസികമായിട്ട് ഞാൻ അനുഭവിക്കുന്ന ആ ഒരു ഇന്നർ പീസ് അത് ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണത്. ഞാൻ പല വീഡിയോകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ ഇന്നർ പീസ് എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ ബന്ധങ്ങൾ എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ അതിന് പരിഹാരങ്ങൾ ചെയ്തപ്പോൾ അതിനുള്ള പരിഹാര ക്രിയകളാണ് ഞാൻ ചെയ്തത്. ചെയ്തപ്പോഴാണ് ഞാൻ വെളിയിൽ വന്നത്. അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സീമാജിയുടെ ഓരോ വീഡിയോകളിലും പോയി കാണുക. ആ ഒരു വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക. വേറെ എവിടേക്കും നിങ്ങൾ പരിഹാരം തേടി നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ഒരു പൈസ പോലും അവിടെ നിന്ന് ചോദിക്കുന്നില്ല. നിങ്ങളുടെ സമയം നിങ്ങൾ മറ്റു പലതിനും നിങ്ങൾ ചിലവാക്കുന്ന ആ സമയങ്ങളും സന്ദർഭങ്ങളും എല്ലാം നിങ്ങൾ നല്ല വിഷയങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിന് എന്നേക്കും സമാധാനം തരുന്ന വിഷയം കണ്ടെത്താനും അത് തേടാനും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുക. ഓരോ സ്ഥലത്ത് നിങ്ങൾ വണ്ടിക്കൂലിയും വള്ളക്കൂലിയും മുടക്കി നിങ്ങൾ പോയി നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ ഈ പരിഹാരത്തിന് പോകുന്ന നിങ്ങൾ ഈ ഒരു ചാനലിലേക്ക് ഞാനൊന്നും പ്രമോഷനൊന്നും ചെയ്യുന്നതല്ല. അത് സീമാജിക്കും അറിയാം, എനിക്കും അറിയാം ഇത് പ്രമോഷൻ അല്ലെന്ന്. കാരണം അതിൽ നിന്ന് ഞാൻ അനുഭവിച്ച കാര്യം എനിക്കൊരു കർത്തവ്യമായിട്ട് തോന്നി, എൻ്റെ കടമയായിട്ട് തോന്നി, ഒരു ഗുരുദക്ഷിണയായിട്ട് ചെയ്യണം എനിക്കിന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ സീമാജിയുടെ ആ ചാനലിനെ പറ്റി ഞാൻ ഇത്രയ്ക്ക് പറയുന്നത്. എൻ്റെ ജീവിതം മാറിയത് സത്യമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതം മാറിയത്, എൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു ക്രൂവലായിട്ടുള്ള ആ ഒരു സ്വഭാവം മാറിയത്, എൻ്റെ മോള് നല്ലൊരു അനുസരണമുള്ള കുട്ടിയായിട്ട് മാറിയത്, ഇതൊക്കെയാണ് ഞാൻ നേടിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മീയത എന്താണെന്ന് തേടി ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കുടുംബ ബന്ധങ്ങളെ ഒന്നും നഷ്ടമാക്കേണ്ടി വന്നില്ല. നഷ്ടമാക്കാതെ തന്നെ എനിക്കത് അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കതിനെ മനസ്സിലാക്കി ഞാൻ പ്രവർത്തിക്കാൻ എനിക്ക് പറ്റി. അതിനെന്നെ സഹായിച്ചത് എൻ്റെ സീമാജിയാണ്. അപ്പോൾ എല്ലാവരും സത്യങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ നമ്മൾ ഈ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ആ ധ്യാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജന്മരഹസ്യം നമ്മൾക്ക് മനസ്സിലാകും. ആ ജന്മരഹസ്യം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ മറ്റെല്ലാവരെയും പറ്റി അവരുടെ ജീവരഹസ്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാകാനുള്ള ഒരു പവർ നമുക്ക് കിട്ടും. അപ്പോൾ ആരുടെയും ജീവരഹസ്യം തേടി നമ്മളെങ്ങും പോകേണ്ട ആവശ്യമില്ല. തെറ്റേത് ശരിയേതെന്നുള്ളത് നമ്മൾക്ക് തന്നെ ഓരോ ധ്യാന അനുഭവങ്ങളിൽ കൂടെയും ഈ പ്രകൃതി നമ്മളോട് സംസാരിക്കും. ആ സംസാരണത്തിലൂടെ കോൺവെർസേഷനിൽ കൂടെ നമ്മൾക്കത് മനസ്സിലാകും. എന്ത് സംശയമുണ്ടെങ്കിലും അവിടെ ചോദിക്കാം. നിങ്ങൾ ധ്യാനാവസ്ഥയിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന ഓരോ അനുഭവങ്ങളിലൂടെ ഓരോ വ്യക്തികളിലൂടെ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാം. അതാണ് ആ ധ്യാനത്തിൻ്റെ പവർ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശരിയായ സത്യങ്ങൾ മനസ്സിലാക്കുക, സത്യത്തെ തേടി യാത്രയാകുക, എവിടെയും പോയി നിങ്ങൾ കബളിക്കപ്പെടാതിരിക്കുക. അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് കൂട്ടുകാരെ, ശങ്കരൻ എന്നുള്ള ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹം അമ്മയോട് ചെയ്തത് തെറ്റല്ല.
അദ്ദേഹത്തിൻ്റെ നിയോഗമാണത്. അദ്ദേഹത്തിൻ്റെ ജന്മരഹസ്യമാണത്. ആ ഒരു ജന്മം കൊണ്ട് അത് ചെയ്ത് പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളനുസരിച്ചാണ് അവരുടെ ജീവിതം വന്നമയുന്നത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ധ്യാനത്തിലിരിക്കുക, ഡീപ്പ് ധ്യാനം എടുക്കുക. ആ ധ്യാനത്തിന് ആ ധ്യാനത്തിനെ പറ്റി ശരിക്കും മനസ്സിലാക്കി ചെയ്യുക. ചിലതെല്ലാം നമ്മുടെ ദുർഗുണങ്ങളെ കുറേയൊക്കെ നമ്മൾ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നല്ലതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ആ ചാനലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, നന്ദി, നമസ്കാരം. ഓക്കെ.